ഹലോ. ആണേക്കും. വലൈക്കും സ്ലാം. പിന്നെ എപ്പോഴാ പെരപ്പണി കഴിഞ്ഞ എത്തി കല്യാണ പരിപാടി എന്തെയുണ്ടോ? ആയ് എന്റെ ഇല്ല. പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ പിന്നെ കുട്ടിയ രണ്ടാമത്തെ ഉണ്ടാക്കണ്ടായിനി. കുട്ടികളൊന്നും നമുക്ക് തരാൻ ഞങ്ങളെ അടുത്തുനിന്ന് വിത്ത് ഇല്ലല്ല ഇത് ഇല്ലേ? എന്ത് ഇന്നാളെ എന്തോ ഒരു കുട്ടീനെ ചോദിച്ചില്ലേ? ഏഹ് ഇജെന്തോ ഒരു കുട്ടീനാണ് ചോദിച്ചില്ലേ? എന്തോ ഒരു മകന് വേണ്ടിട്ടില്ലേ? ഉണ്ടോ നിങ്ങളെ അടുത്തുണ്ടോ തരാം? ഇല്ല, നാളെ എന്നോട് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെയാണെന്നുള്ളത്. എന്റെ അടുത്തില്ല, നമ്മൾ ഉണ്ടെങ്കിൽ പറയണ്ട്. ഏതോ ഒന്ന് പറഞ്ഞു എന്നോട്. എനിക്കിപ്പോ ഓർമ്മയില്ല എങ്ങനെയൊക്കെ എന്നുള്ളത്. നിങ്ങളെ അതിന്റെ സ്വത്ത് നിങ്ങളെ വിത്തിലില്ലല്ലോ. ഇല്ല ഇല്ല, എന്റെ കുടുംബത്തിലുണ്ടോ നോക്കട്ടെ. എന്റെ അടുത്തില്ല. എന്തെങ്കിലും മെസ്സേജ് ചെയ്യ്. നോക്കട്ടെ. പിന്നെ മോനെ 22 ഏകദേശം റേഞ്ച് ആയത്. ഞാൻ ആ നീട്ടയില്ല, ഒരു 21 തന്നെ ഏകദേശം ഒക്കെ എന്താക്കണ്ട് അനക്ക് ഒരുങ്ങലാണ്. ആക്കാണോ? ഇരുപത്തിരണ്ടാവുമ്പോ തന്നെ കെട്ടിച്ചോ? പെണ്ണ് ആ കെട്ടിച്ചു കൊടുക്കോ? ആ സമയമാകുമ്പോ ശരിക്കും അതിന്റെ പീരീഡ് ഉം. അങ്ങനെ ആയതുകൊണ്ട് ആ. പറഞ്ഞോളി. പിന്നെ ഞാനിങ്ങനെ ആ വന്ന ടൈമില് ഞാനവിടെ മുകളില് ഈ പെയിന്റിങ്ങും മറ്റും വെച്ചായിട്ട് ആ ഒരു ആ ഒരു 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 വള്ളി ട്രൗസർമേലവിടെ മുകളിൽ നിന്നായിട്ട് ആ പിന്നെ ഞങ്ങള് പാത്രം കഴിക്കലും ആ അങ്ങോട്ട് എടുത്തക്കലും ഇങ്ങോട്ട് എടുത്തക്കലും ഓണവും ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ തിരക്കില് ആ അപ്പൊ ഞങ്ങള് ബെല്ലടിച്ച് ഞാൻ കേട്ടിരുന്നു. ബെല്ലടിച്ച് ആ കേട്ടപ്പോ ആ ഞങ്ങളത് മെയിൻ ചെയ്ത്. കാരണം ആരാലും ആ ആ കുട്ടികളായിരിക്കും ബെല്ലടിച്ച്. ഞാൻ ഓനാവരാനായിട്ടൊക്കെ ആ നിൽക്കുക. ആ പിന്നെയാണ് വിളി കേട്ടപ്പോഴാണ് പിന്നെ നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ നമുക്ക് ആ ടൈമിൽ ഇങ്ങോട്ടില്ലേ അതുകൊണ്ടാണ്. ആരും ഒപ്പുണ്ടായി അസം മൗലവിനെ മറ്റേ ഇവിടുത്തെ ഖത്തീബായിരുന്നു. മഞ്ചേരി ഇവിടുത്തെ മഞ്ചേരി പള്ളിയില് പള്ളിയിലെ. അൻസാറിലെ. അപ്പൊ ആ വേറെ ആലിമുണ്ടായിന് ആ കൂട്ടത്തില്. അപ്പൊ ആ രസമായിട്ട് കുറച്ചേരം ഒന്ന് കൊളത്തിയടിച്ചാണ്ട്. അങ്ങനെ കുഴച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യം പറയാം. നിങ്ങൾ ആ രണ്ട് ആലിമും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലിമുകളുടെ നമ്പർ എടുത്തില്ല. ഒക്കെ ഉണ്ട്. ആ, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ആ രണ്ട് ആലിമിനോടും ഒരു കാര്യം പറയാം. ഞാനിങ്ങനെ വിളിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളോട് പറഞ്ഞൊരു വകുപ്പുണ്ട്. നിങ്ങൾ മൂന്നാൾ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഖുർആനിന് എവിടെ നിന്നായാലും വേണ്ടില്ല ഒരു 10 ആയത്ത്, നടുവെന്നോ അടിക്കോ തലക്കെന്നോ നടുവെന്നോ ഒടുവെന്നോ നടുക്കുന്നോ മൂലക്കെന്നോ അരുക്കുന്നോ എവിടുന്ന് തുടർച്ചയായിട്ട് 10 ആയത്താണോ. അതായത് ഖുർആനാണ് മറിക്കുക, എവിടെയെങ്കിലും എടുത്ത് കയ്യേക്ക, പിന്നെ മറിക്കുക, എവിടെയെങ്കിലും എടുത്ത് കയ്യേക്ക. എവിടുന്നാലും വേണ്ട ഒരു 10 ആയത്ത്. ആ 10 ആയത്തുകള് നല്ലവണ്ണം ഒന്ന് പഠിച്ചുതരാം. നിങ്ങളും നല്ലോണം പഠിച്ചുതരാം. എന്നിട്ട് ആ 10 ആയത്തില് ഒരു 5 ആയത്തെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, പിന്നെ മാനുഷികമല്ലാത്ത, അർത്ഥവ്യത്യാസമില്ലാത്ത, വേറെ ഒരു തകരാറുകളുമില്ലാത്ത, യുക്തിസഹമല്ലാത്ത, എന്തൊക്കെ വൈകല്യം ഉണ്ടോ ഒരു വൈകല്യങ്ങളും ഇല്ലാത്ത ഒരു 5 ആയത്തുകൾ അതിന് കാണിച്ചു തന്നാൽ മതി. നിങ്ങളൊരു 10 ആയത്തോട് കൊണ്ടുവരാ. ആ 10 ആയത്ത് 5 ആയത്തിൽ കിട്ടിയത് നിങ്ങളെ കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്യണ്. അതോടൊപ്പം തന്നെ ഈ ഡൗട്ട് ചോദിക്കണം. ഈ സൂപ്പർ മാർക്കറ്റിന്റെ മേലെ വരുന്ന ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? ഹൈപ്പർ മാർക്കറ്റിന്റെ വില വരുന്ന ഏതായിട്ടാ വരിക നിങ്ങൾ ഓർമ്മയില്? ഇപ്പൊ എനിക്കറിയില്ല. അതായത് നമ്മളെ യൂസ്വലിന്റെ ഒക്കെ അങ്ങനല്ല ഒരു ബോർഡ് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റായി. അങ്ങനല്ല വേൾഡില് ഒരു ബോർഡ് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റ് ഏതുമായി. നിങ്ങൾ ഗൾഫ് കൺട്രി പോയില്ലേ? അരീക്കോട് കിടക്കും ബോർഡ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ്. അങ്ങനല്ല അതിൽ ആ സാധനം ഉണ്ടോന്നുള്ളത്. അതെ, സാധനം ഉണ്ടോന്നില്ല. വേൾഡിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെലക്ട് ചെയ്ത നിലവാരമുള്ള ഒരു അഡ്രസ് ചെയ്യല്ലോ ഹൈപ്പർ മാർക്കറ്റ് പറഞ്ഞ മാതിരി. ഇപ്പൊ യൂസ്വലി ഇതേപോലെ നിങ്ങളെ ഓർമ്മയിൽ ഏതാ ഉള്ളത്? ടോപ്പ് മനസ്സിലായില്ല. ടോപ്പ് പണ്ടിതോ നിലവാരത്തിലുള്ള സ്ഥാപനം എന്ത് പോയാലും അതിൻ്റെ ഉള്ളിൽ കിട്ടണം. അങ്ങനത്തെ സ്ഥാപനം ഏതാ ഉണ്ടാവുക? ഗൾഫ് കൺട്രിയിലുണ്ട് നിങ്ങൾ ഓർമ്മയില്? ഞാൻ ഡൗട്ട് തീർക്കുകയാണ്. അതെനിക്കറിയില്ല. ഇപ്പൊ കൂടുതൽ സാധനം കളക്ട് ചെയ്യാൻ കഴിയാന്നുള്ളതാണല്ലോ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ചൈനയിൽ തന്നെ പോകണം. എന്നാല് ഏതാ? ചൈനയിൽ 1 ലക്ഷം കടകളുള്ള ഒരു സെന്റർ ഉണ്ട്. സാംസങ്ങോ എന്തായാലും ഏതോ ഒരു സ്ഥാപനം പറയും 1 ലക്ഷം കടകളുടെ ബിൽഡിങ്ങില് തട്ടായിട്ട് കടകള് 1 ലക്ഷം എണ്ണം ഉണ്ട് ബിൽഡിങ്ങില്. അതിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പേരും ഓർമ്മല്ല. അതിന് അഡ്രസ് ചെയ്യുന്നത് ഏത് ഐഡന്റിറ്റി ഓർമ്മ ഉണ്ടോ? അതിന്റെ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടതാ, നമ്മൾ പോയി വെച്ചിട്ടുണ്ടല്ലോ. 1 ലക്ഷം കട ഉണ്ട് ആ കടയില്. അതെ, അതിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അതിന് ഐഡന്റിറ്റി എന്താ വെക്കല്? അഡ്രസ് ചെയ്യൽ എങ്ങനെ ഓർമ്മ ഉണ്ടോ നിങ്ങളെ മനസ്സിൽ? ഇല്ല. ഇല്ല. എന്നാ നോട്ട് ചെയ്യാ.
അപ്പൊ ഇനി ആ വിഷയത്തേക്ക് പോവാ. അതായത് ഏറ്റവും വലിയ ഒരു ചൈനനെ കവർ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഖുർആൻ. ഇനി ശ്രദ്ധിച്ചോ കേട്ടോ. ആ ആരെന്താണോ അതിൽ തെരഞ്ഞു പോണത് ഇന്ന് കിട്ടും. അതതിന്റെ പ്രത്യേകത. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഖുർആൻ ഷരീഫ് അഹ്ലുൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ എടുത്തു നോക്കി 5 വക്ത് നിസ്കാരം കിട്ടും. ചേകനൂർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3 റക്അത്ത് കിട്ടും. ഇതും ഹക്കാണ്, മറ്റൊരു പറഞ്ഞത് ഹക്കാണ്. അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. എന്നാല് ഞാൻ പറയുന്നത് നിസ്കാരം ഹറാമാണെന്ന്, അതും ഇത് കിട്ടും. കണ്ടോ? നമ്മൾ ഏതൊരു ദൃഷ്ടി വെച്ചുകൊണ്ടാണോ അതിലേക്ക് കയറുന്നത് അതിനനുസരിച്ച് അതിന് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയിൽ വെച്ച സാധനമാണ്. ഇതിന് 3 ആയത്ത് തരാം. കണ്ടോ? നമ്മൾ എന്തൊരു ഉദ്ദേശത്തിലാണോ കയറിയ ആ ഖുർആൻ വെച്ചിട്ട് തന്നെ അള്ളാഹുത്തല ഡിസ്കണക്ട് ആക്കുകയും ചെയ്യും. ആ ഖുർആൻ വെച്ചിട്ട് തന്നെ അള്ളാഹുത്തല ഹിദായത്തിലാക്കുകയും ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ അമൂല്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. പറഞ്ഞു. ഖുർആൻ പറഞ്ഞ വാക്കിന് എതിരാണ്. എങ്ങനെ? ഞാൻ ഈ ഉത്ബോധനത്തെ ഉത്ബോധനാണ്. ഇസ്ലാം എന്ന ഉത്ബോധനം, ഇസ്ലാം എന്ന ഉത്ബോധനം ഞാൻ സംരക്ഷിക്കും. അതെ. അപ്പൊ ആ സംരക്ഷിച്ചെനിക്ക് ഒരൊറ്റ ഉത്ബോധനേ ലോകത്തുണ്ടാവാൻ പാടുള്ളൂ. അതെ. 2 അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഇല്ല, പക്ഷെ അതിൽ വ്യത്യാസം വരുന്നുണ്ട്. സംരക്ഷണം നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംരക്ഷണം അതായത് അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല. അള്ളാഹ് അല്ലാത്തവരെ വിളിക്കാന്നുള്ളത് രണ്ടിനും കൂടി സംരക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു തന്നെ മൊഹീദ്ദീൻ ശൈഖെ കാക്കണേന്ന് വിളിക്കലാണ് സുന്നത്ത്. മൊഹീദ്ദീൻ ശൈഖെ കാക്കണേന്ന് വിളിക്കലാണ്. രണ്ടിനും കൂടി സംരക്ഷണം കൊടുക്കാൻ പാടില്ല. ഞാൻ പറയാം. അതായത് ബഹുമാനപ്പെട്ട മജ്‌ലിസുലമി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംരക്ഷണം നിലനിൽപ്പലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മാനദണ്ഡങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് സംരക്ഷിക്കുക എന്നുള്ളത് ഓക്കെ, പക്ഷെ സംരക്ഷണത്തിന് രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. ഒരു തക്കാളി കൊണ്ടൊരു കേടരാതെ സംരക്ഷിക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് വേറെ വസ്തുവാണ് ഉണക്കിയിട്ട് വെയിലത്ത് നിന്ന് ഉണക്കിയെടുത്ത് മാറ്റി വെക്കേണ്ടി വരും. ഇത് 2 രീതിയിലാണ്. സംരക്ഷണത്തിന് വ്യത്യാസമുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ഇത് ആർക്ക് മാത്രമേ ഉപയോഗപ്പെടുള്ളൂ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. കണ്ടോ? ഒരു വിഷയം അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് എടുക്കാം. ഞാൻ ചോദിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് നാളെ മറ്റന്നാളെ അല്ലൊരാഴ്ചത്തെ സമയം തരാം. എന്റെ ഉള്ളിലൊരു സംശയമുണ്ട്, അത് നിങ്ങൾ തീർത്തിട്ട് സ്വസ്ഥമായിട്ട് റിപ്ലൈ തന്നാൽ മതി. ഇന്നും അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിന് തന്നാൽ മതി. അധ്വാനിക്കണേന് എന്തേ തരും ചെയ്യാം. കാരണം എനിക്ക് കാര്യം കിട്ടുന്ന കാര്യമാണല്ലോ. എനിക്ക് കാര്യം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പണിയും ചെയ്ത് എനിക്ക് കൊണ്ട് പ്രയോജനം കിട്ടും. അതായത് മതപരമായ വിഷയമാണെങ്കിൽ ഞാൻ പറഞ്ഞ 10 ആയത്ത് കലർപ്പില്ലാത്ത 10 ആയത്തുകൾ കൊണ്ടുവരും. എവിടുന്ന് കൊടുക്കാം നമുക്ക് സ്വസ്ഥമായി? ആയിക്കോട്ടെ, എന്നെ പഠിപ്പിച്ചേ. ആയിക്കോട്ടെ, അതിന്റെ പഠിപ്പിച്ചെന്നാ മതി. എവിടുന്ന് നിങ്ങൾക്ക് എവിടെ നടക്കേണ്ടി? എവിടുന്നാലും വേണ്ട, ഞങ്ങളൊപ്പം പോരാ, തയ്യാറാണ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ 10 ആയത്ത് പഠിപ്പിച്ചെന്നാ മതി. ഏത് ഭാഗത്ത് നടക്കണ്ടി? ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് നിങ്ങൾ എടുത്തോളി. അത് പറ്റില്ല. എനിക്കിഷ്ടമല്ല. നിങ്ങളെ ഇഷ്ടത്തിന് എടുത്ത് എടുത്താലും മതിയോ? എന്നാ ഞാൻ ഈ ഓദ്യായത്തിന്റെ ഫുൾ തന്നെ എടുക്കാം. അല്ല, ആയിക്കോട്ടെ, സാധാരണ മുസല്ലീൻ ആ ആയത്തിനെ എടുക്കാം. ഇപ്പൊ ഇങ്ങടെ ആടക്കാരെ അതെത്ര പോരെ? ആയിക്കോട്ടെ. ഈ ആയത്തില് പിന്നെ അർത്ഥവ്യത്യാസം പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കമില്ല എന്നും, പിന്നെ ഈ ആയത്തിന് വേറെ ഒരു സ്ഥലത്തും അർത്ഥം പിന്നെ അക്ഷരങ്ങളിൽ മാറ്റമില്ല എന്നും യുക്തിക്ക് ചേരുന്നതാണ് എന്നും ബോധ്യപ്പെടുത്തി തരണം. വേണ്ട, യുക്തിക്ക് ചേരാത്ത ഒന്ന് എനിക്ക് കാട്ടിയെന്നാ മതി. നമുക്ക് സ്വസ്ഥമായിട്ട് പിന്നെ പറയാം. അപ്പൊ താൻ നോട്ട് ചെയ്ത് വെച്ചോളി. ഇതുമ്പോ കുറച്ചു നേരം പണിയെടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ അത് ഞങ്ങൾക്ക് നിങ്ങളൊക്കെ ചാൻസ് മാറ്റി വെച്ചു തന്നു. അതോടൊപ്പം തന്നെ ഒരു
വ്യവസ്ഥാപിതമായിട്ട് ചില അടയാളങ്ങൾ അള്ളാഹുത്താല ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ജലദോഷം പിടിച്ചണോ? ഇല്ല, കുറച്ച് ദിവസം കുഴപ്പമില്ല. ജലദോഷം പിടിച്ച. അതായത് ചില ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് അതിന്റെ ഡേഞ്ചറസിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലുബ്ധുള്ള ആളുകളായിട്ട് നിങ്ങൾ സമ്പർക്കം ഉണ്ടാകരുത്. അഥവാ അങ്ങനെ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള സമയത്ത് നിങ്ങൾ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി പോവും, അപകടത്തിലേക്ക് നിങ്ങൾ പോകാൻ എന്താ കാരണമായി തീരും. ഇതേപോലെ ദുർനടപടിക്കാരനായിട്ട് എന്താക്കരുത്, ദുർനടപടിക്കാരനായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തരുത്. എന്തുകൊണ്ട്? പ്രതീക്ഷന്റെ മുകളിൽ വരെ നിങ്ങൾ വിറ്റ് കളയും. ഇതുപോലെ കളവ് പറയുന്ന ആളുകളായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തരുത്. എന്തുകൊണ്ട്? വിദൂരത്തുള്ളത് അടുത്തായിട്ട് ചിത്രീകരിക്കും, അടുത്തുള്ളത് വിദൂരത്തായിട്ട് ചിത്രീകരിക്കും. ഇനിയാണ് ഡേഞ്ചർ വിഷയം. ഈ ആൾ അടുത്തേക്കും കൂടി പോരുത് കാര്യമാണ് പഠിച്ചോ. ഈ ആളെ പേരാണ് മൂടൻ. ആര്? മൂടൻ. അപ്പം എന്തൊരു വൈകല്യം അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ട്. ഇപ്പൊ വികലാംഗൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, കുരുടൻ എന്ന് മനസ്സിലായി. ഈ മൂടൻ എന്ന് പറഞ്ഞ ആളെടുത്തുള്ള ന്യൂനത ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളില് നിങ്ങൾ എനിക്ക് ഉണർത്തി തരണം. അതിന്റെ പേരിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 500 റുപ്യ പ്രൈസ് മണിയായിട്ട് നിങ്ങൾ കയ്യിൽ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ചെറിയ കേസാ, വലിയ കേസൊന്നുമില്ല. ആ മൂടൻ എന്ന് പറഞ്ഞ വ്യക്തിയിലുള്ള ന്യൂനത എന്താ ഉള്ളത്, ആ പോരായ്മ ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ ഒഴിവിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കളക്ട് ചെയ്തിട്ട് എനിക്കൊന്ന് തരണം. അതിന്റെ ഒരു ആവശ്യമാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ നിസ്കാരം 8 ഇഖാമത്ത് കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതായിക്കോട്ടെ, പിന്നെ സംസാരിക്കാം. ഓക്കെ.